ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 2 പച്ച മാങ്ങ ഞാൻ വെച്ചിട്ടുണ്ട്. ആ മാങ്ങ കൊണ്ടൊരു അടിപൊളി കാര്യം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആ മാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ മാങ്ങ നമുക്ക് നന്നായിട്ട് ഇത് പിഴിഞ്ഞതിന് വെള്ളം കളയണം. കണ്ടോ, ഇങ്ങനെ വെള്ളം വേണ്ട, വെള്ളം കളയണം എന്നില്ല. എടുത്ത് വെച്ചാൽ പോലെ കറികളൊക്കെ ഒഴിക്കണം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് വയ്ക്കാം, മുഴുവൻ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ ഇത് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം എടുത്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പും ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് ഞാൻ നോക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാവരും മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എന്ന് പറയാം. സമയം കൂടുതൽ വെച്ചാൽ നല്ലതായിരുന്നു. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുത്തുള്ളൂ. ഇനി ഇതിൽ ഇടാനുള്ള സംഭവമാണ് ജീരകമുണ്ട്, മുളക് പൊടിയുണ്ട്. ഇനി നമുക്ക് ജീരകം ഒരു 3/4 ടേബിൾ സ്പൂണാണ്, മുളക് 1 ടേബിൾ സ്പൂണാണ്. നമുക്കത് അനുസരിച്ച് എത്ര വേണമെങ്കിലും എരിവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചീനിച്ചട്ടിയിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇതിപ്പോൾ നല്ല തീ ഞാൻ കുറച്ചിട്ടുണ്ട്. തീ കൂട്ടി വയ്ക്കാം. നമുക്കിനി നല്ല ഇതാവണം, നല്ല ഒരു നൂൽപ്പാവം പോലെ ആവണം. ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടനുണ്ട്, കൈ കാണാമോ ഒട്ടണത്? ചെറുതായിട്ട് ഒട്ടനുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരാം. നൂൽപ്പാകമല്ല, എന്നാലും ഒന്ന് ഒട്ടി നല്ല ഒരു ഗം പോലെ. ഇത് റെഡിയായെന്ന് നോക്കാം. ഒരുവിധം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി തുടങ്ങി. ഇനി നമുക്ക് ഈ മാങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന ജീരകപ്പൊടി ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വരും. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മറ്റേ നമ്മൾ 3/4 ടേബിൾ സ്പൂൺ എടുത്തു. അപ്പോൾ മുളക് പൊടി അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ ഇട്ടു. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു. അതുപോലെ അപ്പം നല്ല എരിവും മധുരം കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു സ്വാദുള്ളൂ. ഇനി ഇതൊന്നായിട്ട് ഇങ്ങനെ ഇതിലോട്ട് ചേർന്ന് അരിഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു പദം വരുന്ന രീതിയിലാവണം. അപ്പം നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കണ എങ്ങനെയാണ്? നല്ലെണ്ണയ്ക്കകത്ത് ഒഴിച്ചാണ് ഉണ്ടാക്കണം. നല്ലെണ്ണ ധാരാളം ഒഴിച്ച് വിനീഗറിട്ട്
മാങ്ങയ്ക്ക് വിനീഗർ ഇടില്ല, എങ്കിലും നല്ല എണ്ണയൊക്കെ നമ്മൾ ധാരാളം ഒഴിച്ചാണ് അച്ചാർ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കണം അല്ലേ. ഇങ്ങനൊരു അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഇത് നല്ല ഗ്രേറ്റ് ചെയ്ത് മിനുസമായിട്ടുള്ള അച്ചാർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ദോശയ്ക്കും. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നന്നായിട്ട് തണുത്തിട്ട് ബോട്ടിലാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത്. രണ്ട് സാമാന്യ വലിപ്പമുള്ള 2 മാങ്ങ എടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. മാങ്ങ കൂടുന്നതും അതനുസരിച്ച് പഞ്ചസാരയും മുളക് പൊടിയും ഒക്കെ ചേർക്കണം, അറിയാമല്ലോ. അത് ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള നല്ല സാധനമാണ്. ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ കൊള്ളാം. തിന്നുകൊണ്ടിരിക്കാൻ തോന്നിട്ട് ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചൂടാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഗുജറാത്തി സ്വീറ്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ പുതിയ ഐറ്റങ്ങളാണ് ഞാൻ സാധാരണ കൊണ്ടുവരാറ്. പക്ഷേ ഇത് കാണാൻ ആർക്കും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. കണ്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് തീർക്കും. കുറച്ച് പേരെങ്കിലും കാണണ്ടേ. നമ്മളൊരു പുതിയ സാധനം നമുക്ക് മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മൾ മാത്രം ആസ്വദിച്ചാൽ പോരല്ലോ. ടേസ്റ്റ് എല്ലാവരും ആസ്വദിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.